like in that Nepali style. So over here, this was built in like Bhutanese style. The Longa was built by our first king. And over here, like in 2003, the Bhutan got in like an issue and problem. I think you have heard Yeah. with the insurgent of that Ulfa, Kelo and Bodo. There are union from the Assamese actually. So comes to over here, which means that it brings a good luck. We have good luck. We consider and we say that it's a heavenly bird. That is why those, if you look around here, you will not see a cattle, direct cattle. Yeah. You notice over here? ഹായ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് തിമ്പു ടൗണിലെ 1-2 സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് അവിടെ എന്തോ സ്പെഷ്യൽ പൂജയോ കാര്യങ്ങളോ എന്തോ നടക്കുന്നതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് അലൗഡ് അല്ല എന്നാണ് കേട്ടത്. എന്നിരുന്നാലും അവിടം വരെ പോയി അകത്ത് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും വെളിയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ഒരു ചിത്രങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരികെ പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങൾ ടൗണിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കുണ്ട്, ഇന്ന് പകല് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഓഫീസിൽ പോകേണ്ടവരും സ്കൂളിൽ കുട്ടികൾ പോകുന്നവരും കോളേജിൽ പോകുന്നവരും ഒക്കെ പോകുന്നതുകൊണ്ടായിരിക്കും ഈ സമയത്ത് നല്ല തിരക്കാണ്. ആകാശം നല്ല തെളിഞ്ഞ ആകാശം, അത്ര വെയിലുണ്ടെങ്കിലും അത്ര ചൂടില്ല. ഞങ്ങൾ ബുദ്ധ സ്തൂപ ലക്ഷ്യമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മളുടെ ഗൈഡ് വന്ന് ചില ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു അങ്ങോട്ട് പോകുന്നതിനെ പറ്റി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ബുദ്ധസ്തൂപയുടെ അങ്ങോട്ട് കയറാൻ നമുക്ക് 10 മണി തൊട്ട് 11 മണി വരെ സമയമുള്ളെന്ന് പറഞ്ഞു. അപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് യാത്ര തിരിച്ചു. അവസാനം മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിലെത്തി. ഞങ്ങൾ 2 പേര് മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുന്നില്ലെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പം പോയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കയറി കണ്ട്, തൊട്ട് ബാക്കിൽ കാണുന്നതെല്ലാം സ്കൂളുകളാണ്. ഇതെല്ലാം ഗവൺമെൻറ് ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസാണ്. അപ്പോൾ തന്നെ ഇവിടെ കാണാം ഒരുപാട് വിവിധ ഇനത്തിൽപ്പെട്ട ചെടികൾ കാണാൻ പറ്റും. നല്ല പൂക്കൾ, നല്ല കളറുള്ള പൂക്കളുള്ള ചെടികൾ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ സ്കൂള്. ഇത് നമ്മളുടെ പാർക്കിംഗ് ഏരിയ. എല്ലാവരും മ്യൂസിയത്തിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അവിടെ ചില കാഴ്ചകളൊക്കെ ഉണ്ട്. ദൂരെ കാണുന്ന ഒരു വളരെ പ്രശസ്തമായ 16-ാം നൂറ്റാണ്ടിൽ പണിത ഒരു മോണസ്ട്രി ആണെന്ന് പറയപ്പെടുന്നത്. അത് ശ്രീ ബുദ്ധൻ്റെ ഒരു ശിഷ്യനാൽ പണിയപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് കിങ്ങിൻ്റെ സമയത്ത് അത് റിനോവേഷൻ ചെയ്തു. തൊട്ട് അടുത്ത് കാണുന്ന പല ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ദൂരെ വേറൊരു മോണസ്ട്രിയും കാണുന്നുണ്ട്. ഇവിടെ തിമ്പു ടൗണിൽ വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് മോണസ്ട്രീസാണ്. ഒരുപാട് മോണസ്ട്രീസ് നമുക്ക് കാണാൻ പറ്റും പല ചെരുവുകളിലൊക്കെയും. അപ്പം ഞങ്ങൾ തിരികെ യാത്ര ചെയ്ത് ബുദ്ധസ്തൂപയുടെ അടുത്തെത്തി അവിടെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് മുകളിലെ അവിടെ നമുക്ക് പാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് വണ്ടി തിരിച്ച് താഴെ ഭാഗത്തേക്ക് കൊണ്ടുപോയി നിർത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് പോന്നു. ബുദ്ധസ്തൂപയുടെ അടുത്ത ഭാഗത്തായിട്ടാണ് അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു.
ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അവിടത്തേക്ക് കയറാൻ നമുക്ക് കുറച്ച് സമയമുള്ളൂ. 10-15 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അത്രയും ടൈം അതിനകത്ത് പോയി പെട്ടെന്ന് കണ്ടിട്ട് വരുന്ന രീതിയിലാണെങ്കിൽ കയറേണ്ടെന്ന് വിചാരിച്ചു. ഈ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ പോലീസുകാരോട് സംസാരിച്ച് ഞങ്ങൾ മുകൾ ഭാഗത്തായിട്ട് അവൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പോലീസുകാരൻ സമ്മതിച്ചു. അപ്പോൾ അത് നിമിത്തം ഞങ്ങൾ മുകളിലേക്ക് പോയി അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാതെ മുകളിലേക്ക് ഞങ്ങളിപ്പം കടന്നു പോകും. മുകളിൽ പോയിട്ട് ഞങ്ങൾ അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് അങ്ങനെ ഞങ്ങൾ ബുദ്ധസ്തൂപയുടെ താഴെ ഭാഗത്തായിട്ട് വന്ന് വണ്ടി നിർത്തി അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു പോലീസുകാരൻ അവിടെ ഉണ്ട്. അദ്ദേഹം ഞങ്ങളെ ഗൈഡ് ചെയ്തു. ഇത് പോലീസുകാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. വളരെ നല്ലതായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യും. ദൂരെ കാണുന്നതാണ് ബുദ്ധസ്തൂപ. ഇന്ന് അവിടെ എന്തോ റിച്വൽസ് കാര്യങ്ങളൊക്കെ എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളകത്തേക്ക് കയറാൻ ആഗ്രഹിക്കുന്നില്ല. വെറുതെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അകത്ത് കയറി കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് നേരെ ഞങ്ങൾ പൂബ്ജിക്ക വാലിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, പുനാക്ക വഴി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പതിയെ യാത്ര ചെയ്യാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോഴും കഴിഞ്ഞിട്ട് മുമ്പത്തെ തവണ വന്നപ്പോഴും അതിൻ്റെ മുകളിലൊക്കെ കയറിയതാണ്. നല്ല നിർമ്മിതിയാണ്. ഇവിടെ നിന്ന് മേളിൽ വരെ നല്ല ഇഷ്ടംപോലെ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് കയറി പോകുന്നത് വളരെ ആയാസമായ കാര്യമാണ്. ബാക്ക് സൈഡിലൂടെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നടന്നു കയറാം. അവിടെ അധികം സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി തയ്യാറാകുന്നു. അപ്പോൾ ഇന്ന് കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ മുകളിലെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ സൂര്യന് ചുറ്റും ഒരു മഴവില്ല് പോലത്തെ ഒരു റൗണ്ട് കണ്ട്. അത് ഫോണിലെക്കാട്ടിലും ക്യാമറയിലെക്കാട്ടിലും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഭംഗിയായ രീതിയിൽ അത് കാണാൻ കഴിഞ്ഞു. എന്നൊരു പ്രത്യേകതയായിരുന്നു അന്ന് സൂര്യൻ്റെ ചുറ്റുമുള്ള ആ റൗണ്ട്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പൂബ്ജിക്ക വാലിയിലേക്ക് പോകാൻ വേണ്ടി യാത്രയായി. എല്ലാവരും അവരവരുടെ ഗിയറും കാര്യങ്ങളൊക്കെ ധരിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പൂബ്ജിക്ക വാലി ഭൂട്ടാനിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാലിയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴിക്ക് ചെലേന പാസ് വഴിയാണ് പോകുന്നത്. ചെലേന പാസിൽ ഇവിടെ ഒരു 108 സ്തൂപാസും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പൂബ്ജിക്ക വാലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് റോഡ് വളരെ കാലിയാണ്. അങ്ങനെ എല്ലാവരും യാത്ര ആരംഭിച്ചു. ദൂരെ കാർമേഘമുണ്ട്. ആ ഭാഗം കഴിഞ്ഞുമാണ് ഞങ്ങൾക്ക് പോകാൻ. ഒരു 3-4 മൗണ്ടൻസ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. മഴ പെയ്യോ ഇല്ലയോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതുവരെ ഇവിടെ മഴ പെയ്തിട്ടില്ല. കൂടുതൽ ആളുകളൊക്കെ ആണെങ്കിൽ റൈഡേഴ്സൊക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് റൈഡേഴ്സാണ്. നാട്ടിലെ ട്രയംബും BMW ബൈക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവർ എല്ലാവരും വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് റോഡ് ഒക്കെ നോക്കി അതുപോലെ നിയമങ്ങളൊക്കെ പാലിച്ചാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഭൂട്ടാനിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്ററാണ്. അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു ഫ്രീ റോഡുകളുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഓടിയെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പൂബ്ജിക്ക വാലിയിലേക്ക് ചെലേല പാസ് വഴി പൂബ്ജിക്ക വാലിയിലേക്ക് യാത്രയാണ്. ആ റൈറ്റ് സൈഡിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ടിംബു സിറ്റി നമുക്ക് കാണാം. അങ്ങനെ പതിയെ ഞങ്ങൾ ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ടൗൺ വഴി നമുക്ക് എത്രയും പെട്ടെന്ന് ടൗൺ ക്രോസ് ചെയ്ത് ഒരു മൗണ്ടൻ റോഡുണ്ട്. ആ റോഡിലേക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് തിരക്കുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ടൗണിന് വെളിയിലിറങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വരുന്ന വഴി തിരക്ക് വളരെ കുറവായിരുന്നു. ഇപ്പോഴും തിരക്കില്ല. പക്ഷേ ഇന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് സ്തൂപയുടെ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ പതിയെ ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സ്കൂളാണ്.
ഇത്ര മനോഹരമായിട്ടാണ് അത് കമ്പിവേലിയും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മറച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇന്നലെ വരുമ്പോൾ നമ്മൾ കണ്ടത് നല്ല നല്ല സ്റ്റേഡിയങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ കുട്ടികൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥലമാണ് ഭൂട്ടാൻ. അവരെ വളരെ കെയർ ചെയ്യുകയും അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആരോഗ്യ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫ്രീ ആണ്. കുട്ടികൾക്ക് എല്ലാവിധമായിരിക്കും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മുമ്പേ തിരികെ കയറി വന്ന ആ റോഡിലൂടെ തന്നെ വീണ്ടും റൈറ്റ് കട്ട് ചെയ്ത് ഞങ്ങൾ ടൗണിന് പുറത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ പതിയെ ഞങ്ങൾ ടൗണിന് പുറത്തിറങ്ങി പോകേണ്ടതായ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് പുനാക്ക റോഡാണത്. തിമ്പു പുനാക്ക ഹൈവേ ആണിത്. റോഡിലെ പല സ്ഥലങ്ങളിലും പണി നടക്കുന്നുണ്ട്. അതുപോലെ കൃത്യമായ രീതിയിൽ അവിടെ പണി നടക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവിടെ പോലീസുകാരും പല സ്ഥലങ്ങളിലായിട്ട് നിൽപ്പുണ്ട്. റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഞങ്ങൾ പതിയെ ടൗൺ വിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. എവിടേക്ക് നോക്കിയാലും ശാന്തമായ അന്തരീക്ഷമാണ്. മറ്റ് ബഹളങ്ങളോ ഒന്നുമില്ല. റോഡിലെ തിരക്കുകളില്ല. എല്ലാവരും കൃത്യമായിട്ട് റോഡ് സിഗ്നൽസും കാര്യങ്ങളൊക്കെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് മനോഹരമായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം. എല്ലാ ബിൽഡിങ്ങുകൾക്കും ഗവൺമെൻറ് കൃത്യമായൊരു നിർമ്മാണ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ എല്ലാവരും ഫോളോ ചെയ്യണം. ഏത് ബിൽഡിംഗ് വെച്ചാലും വീട് വെച്ചാലും എല്ലാവരും ഡിസൈൻ അവർ ഫോളോ ചെയ്താണ് പോവേണ്ടത്. അപ്പോൾ പതിയെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ടൗണിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നെല്ലാം മാറി മൗണ്ടൻ റോഡിലേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അവിടെ നിരവധി ബിൽഡിങ്സ്, നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് കാണാം. വളരെ വൃത്തിയുള്ള റോഡുകളും കാര്യങ്ങളുമാണ്. നല്ല ശാന്തമായൊരു ഈ റോഡിലൂടെയൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. വളരെ ശാന്തമായ രീതിയിൽ വാഹനം ഓടിച്ചു പോകാം. നാട്ടിലെ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ നിന്ന് മാറി കുറച്ച് നേരം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് വളരെ മനസ്സിനൊരു സന്തോഷമാണ്. അതേപോലെ ഭൂട്ടാൻ്റെ പല സ്ഥലങ്ങൾ കാണാനും കൾച്ചേഴ്സ് കാണാനും മനസ്സിലാക്കാനും ആളുകളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഈ യാത്ര എനിക്ക് സഹായകരമാണ്. കഴിഞ്ഞ രാത്രിയിലൊക്കെ നമ്മൾ തിമ്പുവിലായിരുന്ന സമയത്ത് നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു. അവരെയൊക്കെ കണ്ടു. വളരെ സന്തോഷമായിരുന്നു. നമ്മൾ പതിയെ രണ്ട് മൗണ്ടൻസ് റോഡിലേക്ക് കയറിക്കും. മുഴുവൻ വളവുകരും വലിയവരും ഉള്ള റോഡുകളാണ് മുഴുവനെ. എല്ലാം ശ്രദ്ധിച്ച് വേണം ഇവിടെ വാഹനം ഓടിക്കാൻ. നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ പോലുള്ളൊരു സ്ഥിതിയല്ല ഇവിടെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ വളവുകളിലൊക്കെ ഒരു ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറയുന്ന ഒരു എൻജിനീയറിങ് രീതി നമ്മുടെ നാട്ടിലെ റോഡുകളിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ കാണുന്നില്ല. വളവുകളാണെങ്കിൽ അത് നിരപ്പായ രീതിയിലുള്ള വളവുകളാണ്. അതുകൊണ്ട് നമുക്ക് വളച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അവർ ഈ റോഡുകളൊക്കെ വീണ്ടും വൃത്തിയായ രീതിയിൽ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് എൻജിനീയേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള എൻജിനീയറുകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പതിയെ ഞങ്ങൾ മൗണ്ടൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ദൂരെ കാണുന്ന മൗണ്ടൻസ് എല്ലാം ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് പോകുന്ന വഴിയിലെ പുനാഖായുടെ ഗബാസ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, പൂജ എന്ന് പറയുന്ന അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. റോഡിൽ തിരക്കൊന്നുമില്ല, ഒരു തിരക്കുമില്ല. വലത് ഭാഗത്ത് ഒക്കെയും നദി ഒഴുകുന്നുണ്ട്. വലത് ഭാഗത്ത് നമുക്ക് കാണാൻ വലിയ ഒരു ഗർത്തമാണത്. അപ്പം ഞങ്ങളെല്ലാവരും സൂക്ഷിച്ച് കൃത്യമായിട്ടാണ് വാഹനം ഓടിക്കുന്നത്. എന്നാലും സ്പീഡിന് ഒരു കുറവുമില്ല. എല്ലാവരും നല്ല രീതിയിൽ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാരണം എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ. അതുപോലെ തന്നെ ഓവർ റാഷ് ഡ്രൈവ് ചെയ്യാതിരിക്കുക. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ ആ ഡ്രൈവിംഗ് മെത്തേഡ് അനുസരിച്ച് രീതി അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ വാഹനം ഓടിച്ച് ലെയിനും കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ അപകടമില്ലാതെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ മൗണ്ടൻസ് നമ്മൾ എപ്പോഴും കല്ലിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കും.
ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ അത് നോക്കിക്കൊണ്ട് പോകണം. റോഡിലൊക്കെയും പലപ്പോഴും കല്ലുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭൂട്ടാൻ്റെ ഒരു ഗവൺമെൻറ് വണ്ടിയാണ് കിടന്നത്. വില്ലേജിലാണെങ്കിൽ പോലും അവിടെ വേസ്റ്റും കാര്യങ്ങളും എടുക്കുന്നതിനുള്ള വണ്ടിയാണത് കിടന്നത്. അതേപോലെ ഒരു പെട്രോൾ വണ്ടിയും നമ്മുടെ ഇതിലേക്ക് പോകുന്നുണ്ട്. ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പെട്രോൾ ഡീലേഴ്സ്. നമ്മൾ പോയ പമ്പുകളെല്ലാം ഭാരത് പെട്രോളിയം അതേപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പമ്പുകളായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം പതിയെ വളവുകളും തിരിവുകളും വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ വലത് ഭാഗത്ത് വലിയ ഒക്കെയാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയാണ്. കാരണം ഒരു രീതിയിലുള്ള ഒരു വണ്ടികളോ ഒരു വിധത്തിലുള്ള ഇടക്കരയോ റോഡിലേക്ക് പോസ്റ്ററായിട്ടുള്ള ഒരു ഹോർഡിങ്സോ ബോർഡുകളോ ഒന്നും കാണാനില്ല. പ്രകൃതി നമുക്ക് കൃത്യമായ രീതിയിൽ തെളിഞ്ഞ ആകാശവും കണ്ടതെന്ന് കൃത്യമായിട്ട് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഒരു തിരക്കില്ലാത്ത കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് പോകുന്ന ഒരു റോഡ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു യാത്ര. അങ്ങനെ ഞങ്ങൾ ചെലേല പാസ് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെലേല പാസിലെത്തും. ഏകദേശം കുറേ മൗണ്ടൻസ് നമ്മൾ ക്രോസ് ചെയ്തു. ഈ കാണുന്നതാണ് ചെലേല പാസ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം. മൊത്തം മൂടൽമഞ്ഞാണ്. എല്ലാവരും വണ്ടി നിർത്തി ഇറങ്ങി അതൊക്കെ ഒന്ന് കണ്ട് കേട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട്. അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മോമോസും കാര്യങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ കൾച്ചറൽ ഗൈഡ് ബാലി ഇവിടുത്തെ ചെലേല പാസിൻ്റെ ഹിസ്റ്ററി ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ശ്രമിക്കാൻ വേണ്ടി അടുത്തോട്ട് കൂടി നിൽക്കുകയാണ്. And I just want to brief about this stupa over here. In a total, there are like 112 stupa, including that kind of. Here is 109, and over there, total there are 112 stupa. Okay. So that one actually was built by one of that Buddhist master, and another one, the longer one, we call that stupa. This is in like in a Bhutanese style. There are the three style of that stupa. One in Bhutanese, one is in Tibetan, and one another in like in that Nepali style. So over here, this was built in like Bhutanese style. The longer was built by our first king. And over here, like in 2003, the Bhutan got in like an issue and problem. I think you have heard. Yeah. With the insurgent of that Ulfa, Kelo and Bodo. There are union from the Assamese actually. So like what happened? They are asking actually the separate state over at India actually. Bodoland. Bodoland. Yes. So Indian government, like they didn't allow them separate that state. So in frustration, they have entered to our Bhutan, that southern part of the country. And more than a decade they were staying, living over there. And slowly what happened? They started harming the public. They started harming the public of the Bhutanese. Then our former king, she called for the several time for the peace talk. Like in our Buddhism, firstly, like we go for the peace. So with that, he called for the peace talk several times, and they didn't turn up. So later, like unfortunately, like in 2003, December 15, that operation was took actually. All the troops lead from here, the western part, towards the southern, and that operation was took. On that 15 operation. What happened? And Operation took place. yeah. They And executed, some killed, and hand over to that Indian government. But then before that, what the Indian government has decided is, firstly they have talked with that our former king to console, or else they want to handle themselves. For our former king, they didn't allow. And again, second option, they have given both of us, like Indian and Bhutan government. And again, our king denied. And thirdly, what happened? Our king, former king, he have decided to handle that he himself. He personally, he was there, Our former king, yeah. Part of the crew who was Yeah. He's a commander over there actually. One of the commander leading the troop. Personally, he was there. So with that, someone killed,
and someone hand over to the Indian government. So with that, we like own over that operation. So in memory of that, even the few soldiers of the country, like 11 soldiers, lost their life. In memory of them, our former king married with the 4 wives, all our sisters. The eldest one, we call that Aji Doji Wangmo, Wangchuk. Wangchuk is a dynasty. She built in one victory and another to honor and in memory of those lost soldiers. There are 108 numbers. In Buddhism, 108 is a very auspicious number, and even Hindu also, yeah, same. So now that's all about the story with this stupas. Any question with this? No? And Is that see, a one-of-a-kind operation? It never took place from before? no. We have a like in a back then in 17th century, not exactly operation. There used to be like a civil war, and also like there is an invasion with the Tibetan, but then Bhutan never invade, never colonize. They took an invasion in that Punakha fortress. Later tomorrow, I'll brief when we enter to that Punakha. All right? Then you'll know more about that. So, but then Bhutan never colonized, never invade. It's a totally isolated country. Yeah. But then 2003, that took over. So I'll give time over here. See, you can explore over there. You can take pictures, videos, and all. But then see, my reminder for you, please don't step on that. You heard of the one? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കുറച്ച് ടൂറിസ്റ്റുകൾ ചെറുപ്പക്കാരായിരിക്കുന്നവന്മാർ ഇതിൻ്റെ മുകളിൽ കയറി ഈ സ്തൂപാസിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുകയും അതിനെ അവഹേളിക്കുന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തു. അത് നിമിത്തമാണ് ഇന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഗൈഡ് ഇല്ലാതെ ഇവിടെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. SDF ഫണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആ സംഭവത്തിന് ശേഷമാണ്. അതിനുശേഷം ആ ഗൈഡുകളെയൊക്കെ ആ ടൂറിസ്റ്റുകളെ ബാൻ ചെയ്ത് അവരെ ബ്ലാക്ക് ലിസ്റ്റിലിട്ടിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഇനിയും ഭൂട്ടാൻ കൺട്രിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ അവിടേക്ക് കയറി. അപ്പം നമുക്ക് കഴിവതും അവരുടെ കൾച്ചറിനെയും അവരുടെ വിശ്വാസത്തെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വളരെ ഭംഗിയായ രീതിയിൽ നിർമ്മിതികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നെയൊക്കെ നമ്മൾ മാക്സിമം ബഹുമാനിക്കുക. വൃത്തിയായി അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലും ഒരു കളങ്കം ഉണ്ടാകാൻ ഇടയാകരുത്. നമ്മളത് കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യുക, അതിനെ സംരക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ വന്ന കാര്യം കഴിഞ്ഞിട്ട് പോവുക. Your name? Selapan. Selapan. From Bangalore. This is our junior medicine. Nidhi from Chennai. These are from Chennai. GK from Coimbatore. Ganesha from Coimbatore. Vishwesh from Coimbatore. Bangalore. Coimbatore. And sir? Hi, Anand from Salem. Salem. John from Madurai. John from Madurai. Manivandan from Bangalore. These are from Bangalore. One now missing person. Name is sir? Hello, what's up? You from? Tamil Nadu. John Price in Ingersoll. Yep. John the Baptist from Tamil Nadu. Hi, I'm from Karnataka. Your good name, sir? Vinay. Yeah. Yes. My name is Bali. I'm the road marshal cultural guide over here. And today we are heading towards that Phokjikha Valley. Right now, currently we are at Dochula Pass. Yes. Thank you, sir.
ബസ്സിലെ ബസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നാക്കയിലേക്കാണ്. പിന്നാക്കയിൽ നിന്ന് നോക്കത്തറയിലേക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റ് ഹോട്ടലാണ്. അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് ഭൂട്ടാനിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വാലി പൊക്ജിഗ വാലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി ഇന്ന് രാത്രിക്ക് പൊക്ജിഗ വാലിയിലാണ് സ്റ്റേ.
പ്രിറ്റി ബ്യൂട്ടിഫുൾ. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ് ആ വാലിയിലേക്ക് എത്താൻ വേണ്ടി. നമ്മുടെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റ് എത്താറായി. അവിടെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ഫുബ്ജിഗ വാലി. നമ്മൾ ഫുബ്ജിഗ വാലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണും വരെ ഓക്കെ, ബായ്.